തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി. മേയറെ ഇടതുപക്ഷ കൗൺസിലർമാർ ഉപരോധിച്ചു. കൗൺസിലർമാരുടെ ഇരിപ്പിടത്തെ ചൊല്ലിയായിരുന്നു തർക്കം. 13 കൗൺസിലർമാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. അതേസമയം ധവളപത്രം പുറത്തിറക്കാനുള്ള ഭരണസമിതിയുടെ ശ്രമത്തെ എതിർക്കുന്നതിനാണ് ഇരിപ്പിടത്തെ ചൊല്ലി പ്രതിപക്ഷം പ്രശ്നമുണ്ടാക്കിയതെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പറഞ്ഞു. തികച്ചും ജനാധിപത്യ മര്യാദ ഇല്ലാതെ കണ്ടാണ് ഇന്ന് പ്രതിപക്ഷം കൗൺസിലിൽ പെരുമാറിയത്. കൗൺസിലർമാരുടെ സീറ്റ് അറേഞ്ച്മെന്റിന്റെ കാര്യത്തിൽ ഇന്നവരെ എവിടെയെങ്കിലും ഒരു തർക്കം കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചവിട്ടി വഴക്കുണ്ടാക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലൊരു ബഹളമാണ് വാസ്തവത്തിൽ ഇന്ന് ഉണ്ടായത്. എന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ അത് തടയാൻ വന്ന 25-ാം ഡിവിഷൻ കൗൺസിലർ വനിതാ സഹ കൗൺസിലർ മേഴ്സി അജീനി തള്ളിയിട്ടു. കൂടാതെ എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് സുനിൽ രാജും പരിക്കേറ്റു. രണ്ടുപേരും മേഴ്സി അജി ഇന്ന് തൃശ്ശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ സുനിൽ രാജ്, പേഴ്സണൽ സ്റ്റാഫിൽ സുനിൽ രാജ് ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാർത്തയുടെ വിവരങ്ങളുമായി സാനു കെ സജീവാണ് ചേരുന്നത്. സാനു, വലിയ ഏറ്റുമുട്ടലാണ് തൃശൂർ കോർപ്പറേഷനിൽ LDF UDF കൗൺസിലർമാർ തമ്മിൽ ഉണ്ടായത്. 13 കൗൺസിലർമാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്താണ് അവിടെ നടന്നത്? നീലിമ, ഇന്ന് തൃശ്ശൂർ കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള കൗൺസിൽ യോഗത്തിനിടയിലാണ് വലിയ രീതിയിൽ സംഘർഷമുണ്ടായിരിക്കുന്നത്. സംഘർഷം എന്ന് തന്നെ വേണം പറയാനായിട്ട്. മേയർ സംസാരിക്കുന്നതിനിടയിലേക്ക് LDFിൻ്റെ കൗൺസിലർമാർ പാഞ്ഞെടുക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ മേയർ സംസാരിക്കുന്നതിനിടയിലേക്ക് വളരെ പൊടുന്നനെ LDFിൻ്റെ കൗൺസിലർമാർ ഓടിയെത്തുന്നു. തുടർന്ന് മേയറെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. മേയർക്ക് നേരെ ആക്രോശിച്ചെത്തുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഏതാനും ചില കൗൺസിലർമാർ ചേർന്ന് ഇതിനെ തടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒപ്പം തന്നെ മേയറുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ അംഗത്തിനും പ്രൈവറ്റ് സെക്രട്ടറിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ കൗൺസിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കോർപ്പറേഷനിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ സ്ഥിതി വിവരക്കണക്ക് ഇന്ന് കോർപ്പറേഷനിൽ ഭരണസമിതി അവതരിപ്പിച്ചിരുന്നു. ഈ ഭരണസമിതി ഇത് അവതരിപ്പിക്കുന്ന സമയത്താണ് ഇരിപ്പിടത്തെ ചൊല്ലിയുള്ള തർക്കവുമായിട്ട് പ്രതിപക്ഷത്തുള്ള LDF അംഗങ്ങൾ രംഗത്ത് വന്നത്. നമുക്ക് ആ സ്ഥിതി വിവര കണക്കുകളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ വലിയ അഴിമതിയാണ്. അതായത് ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്തുന്നു. അതേപോലെ തന്നെ മറ്റ് പദ്ധതികൾക്കായി ഉപയോഗിക്കുന്ന ഫണ്ട് പോലും ഇവർ വകമാറ്റി ചെലവഴിക്കുന്നു. അല്ലെങ്കിൽ ഈ കോർപ്പറേഷനിലെ ഭരണസമിതി അംഗങ്ങളുടെ ഇഷ്ടത്തിനും അതേപോലെ അവർ ഇച്ഛയ്ക്കും അനുസരിച്ച് വിനിയോഗിച്ചു എന്നതിൻ്റെ തെളിവുകളടക്കമാണ് ധവളപത്രമായിട്ട് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ധവളപത്രം പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഇരിപ്പിടത്തെ ചൊല്ലിയുള്ള കേട്ടുകേഴ്വി ഇല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് LDFിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നത്. തുടർന്ന് പൊടുന്നനെ ആക്രോശിച്ചുകൊണ്ട് മേയർക്കും അതേപോലെ തന്നെ ഡെപ്യൂട്ടി മേയർക്കുമെതിരെ ആക്രോശവുമായിട്ട് ഈ പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് വരികയായിരുന്നു. എന്തായാലും ഈ പുതിയ ഭരണസമിതി വന്ന് ആഴ്ചകൾക്കകം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിൽ പരസ്പരം ഉന്തും തള്ളും അതേപോലെ തന്നെ അക്രമവും നടത്തുന്ന കാഴ്ചയാണിപ്പോൾ കാണാൻ പറ്റുന്നത്. നീലിമ. ഓക്കെ.